ഹായ് ഫ്രണ്ട്സ്, കംപ്ലൈൻറ്റ് വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഡെയിലി വ്ലോഗിൻ്റെ 31ാമത്തെ ദിവസമാണ്. രാവിലെ തന്നെ ചെറിയൊരു വെയിലും അതുപോലെ ചെറിയൊരു കാറ്റും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വെയിൽ കണ്ട സമയത്ത് അത് കുറച്ച് തുണിയുണ്ട് കഴുകാനായിട്ട്. അപ്പോൾ തുണി കഴുകാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അങ്ങനെ തുണി കഴുകാൻ അങ്ങനെയൊക്കെയുള്ള പരിപാടിയിലൊക്കെ നിൽക്കണം. അത് മാത്രമല്ല കാറ്റടിക്കുന്നതുകൊണ്ട് ഇതുവരെ എല്ലാം റബ്ബറിൻ്റെ ഇല പൊഴിയാത്ത കണക്ക് ഇപ്പം മൊത്തം മുറ്റമൊക്കെ ഫുള്ള് റബ്ബർ ഇലയൊക്കെ വീണ് കിടക്കണം. അപ്പോൾ ജസ്റ്റ് മുറ്റം തൂക്കണം, സ്കൂബീനെ ഇറക്കണം, മീനിൻ്റെ വെള്ളം മാറ്റണമെന്ന് ഇന്നലെ രാത്രി വിചാരിച്ചാണ്, നടന്നില്ല. അപ്പം അത് ചെയ്യണം. പിന്നെ ജസ്റ്റ് ഇന്നും കളമച്ച പോകണം. ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. ഫസ്റ്റ് മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ തുണി കഴുകുക എന്നുള്ളതാണ്. ഞാൻ ഒരു ബക്കറ്റ് തുണി ഞാൻ എടുത്തോണ്ട് ഇപ്പം തന്നെ ഒരു ബക്കറ്റ് തുണി കാണിച്ചു തരാം. ഈ ഒരു ബക്കറ്റ് തുണി ഞാൻ ഇപ്പോഴേ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് മൊത്തം കഴുകാനുള്ളതിന് ഈ തുണി മൊത്തം കഴുകണം. അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ വീടാണ്. അപ്പോൾ എന്തായാലും പറഞ്ഞെടുത്തുന്നതിനെ തുടങ്ങാം. അപ്പോൾ ഞാൻ പറഞ്ഞ എന്തോ ആയിരുന്നു, തുണി എഴുതുന്ന കാര്യം. ഞാൻ എൻ്റെ പടയായുധങ്ങളെല്ലാം എടുത്ത് നേരെ ഇറങ്ങി, കംഫർട്ടും വി വാഷും എല്ലാം എടുത്ത് നേരെ ഇറങ്ങി കേട്ടോ. തുണി കഴുകാനുള്ള പരിപാടിയാണല്ലോ. വാഷിംഗ് മെഷീനിലിട്ട് എല്ലാ തുണികളും കഴുകിക്കഴിഞ്ഞാൽ അമ്മ എന്നെ തല്ലിക്കൊല്ലും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ പുറത്തുനിന്ന് തുണി കഴുകിക്കൊണ്ട് വന്നിട്ട് ജസ്റ്റ് സ്പിൻ ചെയ്തെടുക്കാമല്ലോ. അതാകുമ്പോഴത്തേക്ക് ഒരു 2-3 വട്ടം ചെയ്താലും അമ്മ എന്നെ ഒന്നും പറയില്ല. അല്ലാതെ 3 വട്ടമൊക്കെ വാഷിംഗ് മെഷീനിൽ അടിച്ച് കഴുകുക എന്നുള്ള പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല എന്നാണ് അമ്മ പറയണത്. അമ്മ പറഞ്ഞത് ഭയങ്കര കറണ്ട് ചിലവാണ്. പക്ഷേ ഇവിടെ AC ഉള്ളൊരു വീടാണ്. അത് നിങ്ങൾ ആലോചിക്കണം ഫ്രണ്ട്സ്. ഈ AC ഉള്ള വീട്ടിൽ അമ്മയ്ക്ക് AC ഇട്ട് കിടക്കാം. അമ്മയ്ക്കും അച്ഛനും AC ഉള്ള റൂം, നമുക്ക് AC ഇല്ലാത്ത റൂം. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അവർ കറണ്ട് യൂസ് ചെയ്താൽ കുഴപ്പമില്ല, എനിക്ക് മാത്രമേ ഇവിടെ കുഴപ്പം. അതൊക്കെ പോട്ടെ. ഈ കാണിക്കുന്നതിന് എൻ്റെ ചേട്ടൻ്റെ അടുത്തുള്ള ദേഷ്യമാണ്. ഞാൻ തുണി എഴുതുന്ന കണ്ടപ്പോഴത്തേക്ക് അവൻ്റെ തുണികളെടുത്ത് എൻ്റെ കൈ കൊണ്ട് തന്നിട്ട് എൻ്റെ കഴിവാൻ അവൻ്റെ ദേഷ്യം ഞാൻ തുണി ചവിട്ടി തീർന്നു. അത് പോട്ടെ. അവരുടെ പോയിട്ട് ഷർട്ടിന് ഒരു 20 രൂപ വെച്ച് ഒരു ഷർട്ടിന് കഴുകുന്നതിന് കൂലി തരണമെന്ന് പറഞ്ഞപ്പോൾ തരാൻ ഭയങ്കര മടി. ദൈവമായിട്ട് തന്നതാണ് ഈ 20 രൂപ. അവൻ്റെ പോക്കറ്റിനകത്തുനിന്ന് കിടന്ന് 20 രൂപ കിട്ടിയതാണ്. ഒരു ഷർട്ട് മാത്രമേ ഞാൻ കഴുകുന്നുള്ളൂ. അവൻ്റെ വെള്ള ഷർട്ട് മാത്രമേ. പിന്നെ കുറേ ബാക്കി ഷോർട്ട്സൊക്കെയാണ് കഴുകാനുള്ള. അത് കുഴപ്പമില്ല, എൻ്റെ കൂടെ അല്ലേ, ഞാൻ ചവിട്ടി കാണിച്ച് എങ്ങനെയും കഴുകിയിട്ട് കൊടുക്കാം, പാവമല്ലേ. എന്തായാലും കിട്ടിയ സ്ഥിതിക്ക് ഇത് ഉണങ്ങട്ടെ, എന്നിട്ട് വേണം ഇതിന് ലേസ് വാങ്ങിച്ച് കഴിക്കാൻ. ഇതൊക്കെ കഴിഞ്ഞിട്ട് സ്പിൻ ചെയ്ത തുണികളെല്ലാം എടുത്ത് ഞാൻ മണ്ടേ കൊണ്ടുപോയിരിക്കാൻ പോയ മുടിഞ്ഞ വെയിൽ. ഞാൻ ജസ്റ്റ് സൺസ്ക്രീൻ പോലും ഇട്ടിട്ടില്ല. അതിൻ്റെ സങ്കടത്തിലാണ് ഞാൻ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് നല്ല വെള്ളം ദാഹം. അത് മാത്രമല്ല സെക്കൻഡ് ട്രിപ്പായിട്ട് അമ്മ തുണി എഴുതുന്നു. പാവം അമ്മയ്ക്കും കൊടുത്ത് എനിക്കും കുടിക്കലെന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒരു തണ്ണിമത്തൻ ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ചന്നം പിന്നെ കട്ട് ചെയ്യുന്നതാണ്. മറ്റേ ബല്ലാത്ത ചതി ആ പാട്ടൊക്കെ കേട്ട് ഞാൻ അങ്ങ് കട്ട് ചെയ്യാൻ തുടങ്ങി. എന്ത് ചെയ്യാൻ, എന്തോ ഇതൊരു വലിയ കല കണക്കാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്കിത് കാണുമ്പോഴത്തേക്ക് എന്താണ് തോന്നുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാനാണെങ്കിൽ ഇത് കണ്ടിട്ട് എനിക്കാണെങ്കിൽ ഒരു പീസ് അങ്ങ് കഴിച്ചോളാം എനിക്ക് ഫസ്റ്റ് തോന്നിയത്. പക്ഷേ ഇല്ല, വേണ്ട, നമുക്ക് ചുമ്മാ ഇങ്ങനെ എടുത്ത് കഴിച്ച് വേസ്റ്റ് ചെയ്യണ്ടല്ലോ. നമുക്കിതെല്ലാം കൂടി ഇട്ട് കുറച്ച് പഞ്ചസാരയും കൂടിയൊക്കെ ഇട്ട് നമുക്കൊരു നല്ല ജ്യൂസായി കഴിഞ്ഞാൽ എനിക്കും അമ്മയ്ക്കും കൂടി കുടിക്കാമല്ലോ. ഞാൻ എന്താ ഇച്ചിരി പോലും അതൊന്ന് വേസ്റ്റ് ആക്കുന്നില്ല. ഞാൻ ഫുള്ള് എന്നിട്ട് തോണ്ടി എടുക്കുന്ന കണക്ക് ഫുള്ള് ഞാൻ ഈ തണ്ണിമത്തന്ന് ഫുള്ള് ഞാൻ ഇങ്ങനെ തോണ്ടി പറിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നല്ല സെറ്റ് അടിപൊളി ജ്യൂസായി കുറച്ച് നേരം ഫ്രിഡ്ജിനകത്ത് വെച്ചോട്ടെ. എന്നിട്ട് എടുത്തപ്പോഴത്തേക്ക് സാധനം അടിപൊളിയായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ പേഴ്സണലായിട്ട് ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അമ്മ ആ തുണി കയറി വന്നപ്പോഴത്തേക്ക് അമ്മയ്ക്കും എടുത്തു കൊടുത്തു. അപ്പം അമ്മയുടെ എക്സ്പ്രഷൻ, അമ്മ ഇങ്ങനെ ചീഴ്സൊക്കെ അടിച്ചിട്ടാണ് കുടിച്ചത്. അമ്മയുടെ എക്സ്പ്രഷൻ ഇതായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ ഫാമിലി എല്ലാവരും കൂടി ഒരു സ്ഥലത്ത് പോവാണ്. സ്ഥലത്തിൻ്റെ പേര് ഞാൻ പതുക്കെ പറയത്തുള്ളൂ. എന്നാൽ നമ്മളെല്ലാ ഫാമിലി, അതായത് അപ്പച്ചി ഇതാ പുറകുന്ന ബൈക്കിൽ നിന്ന് സ്കൂട്ടിയിലാണ് കേട്ടോ വരുന്നത്. നമ്മളിതാ എല്ലാവരും കൂടി കാറിലായിട്ട് ഇങ്ങനെ പോവാണ്. ഞാൻ, അച്ചാമ്മ, അമ്മ, കുഞ്ഞാറ്റ, എൻ്റെ അനിയെ, പിന്നെ നമ്മളിവിടെ വീടിനടുത്തുള്ള അമ്പാടി എന്ന് പറഞ്ഞ ചേട്ടനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നേരെ കുറച്ച് പേർക്ക് കണ്ടപ്പോൾ തന്നെ സ്ഥലം മനസ്സിലായിട്ടുണ്ടായിരിക്കും. എന്നാലും ഇത് ചെറിയൊരു സർപ്രൈസ് ആണെന്ന് കൂട്ടിക്കോ. അച്ചാമ്മയ്ക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റാത്ത അച്ചാമ്മേനെ ഞാനും അമ്മയും കൂടി ഇത് കൈ പിടിച്ച് ഞൊണ്ടിയും വലിച്ചു എങ്ങനെയെങ്കിലും ഒന്ന് ജസ്റ്റ് മേലിലെത്തിക്കാനുള്ളൊരു പരിപാടിയിലാണ് കേട്ടോ അത് നിൽക്കുന്നത്. അപ്പച്ചിക്കാണെങ്കിൽ പിന്നെ എവിടെയെങ്കിലും കൊച്ചുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവരെ കളിപ്പിച്ചുകൊണ്ടിരിക്കൽ ഒരു വലിയൊരു പ്രശ്നമായി വന്നിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ എവിടെയാണെന്ന് പറഞ്ഞുതരാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ കറക്റ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ വെഞ്ഞാറമൂട് വെള്ളാണിക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. കറക്റ്റ് സ്ഥലത്ത് നിൽക്കണം. ഒരു വൈകിട്ട്
4-5 മണി ടൈമിൽ വന്ന ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ അടിപൊളി ഇവിടെ ചില്ല് ചെയ്തിരിക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ്. ഒരു 6 മണി, ഒരു 5-5:30-6 മണി സമയമാകുമ്പോഴത്തേക്ക് അടിപൊളി സൺസെറ്റും കണ്ട് നമുക്ക് നേരെ തിരിച്ച് വീട്ടിൽ പോകാം. അപ്പോൾ ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ വരുന്നെങ്കിൽ അടിപൊളിയായിട്ട് ചില്ല് ചെയ്തിരിക്കാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ അത് ഇവിടെ അടുത്തുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ, വെഞ്ഞാറമൂട് അടുത്തുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ കാണാൻ മറക്കരുത്, ഇവിടെ വരിക. ഇപ്പം മനസ്സിലായില്ലേ, ഇതായിരുന്നു ചെറിയൊരു സർപ്രൈസ്. എന്ത് ചെയ്യാനെന്ന് പറ. എങ്ങനെയുണ്ട് ചമ ഇവിടെ? അത് സത്യം കൂടെ. എന്തായാലും ഞൊണ്ടിയും കടിച്ചാലും ഇങ്ങനെ മേളിൽ കയറി വന്നപ്പോഴത്തേക്ക് ഒരു അടിപൊളി വ്യൂ കാണാൻ പറ്റിയിട്ട് സന്തോഷത്തിലാണ് എൻ്റെ ചാമ. എന്നിട്ട് കുറച്ച് താഴോട്ട് ഞാനും അനിയനും അനിയത്തി നമ്മളെല്ലാവരും കൂടി കുറച്ച് താഴോട്ട് പോയിരിക്കുക എന്നുള്ളൊരു പ്ലാൻ ഇരുന്നപ്പോഴത്തേക്ക് അപ്പച്ചി മോളിൽ നിന്ന് കൈയാട്ടി വിളിക്കുന്നു, ഐസ്ക്രീം വേണ്ടവർ ഓടി കയറി വരും. എന്നെ അവിടെ കഴിഞ്ഞിട്ട് 2 പിള്ളേരോട് കൂറപ്പിള്ളേരോട് ഓടി കയറി വന്നു. പിന്നെ പാവല്ലേ, ഐസ്ക്രീം തന്ന സ്ഥിതിക്ക് ഞാൻ ആ ദേഷ്യമൊക്കെ മറന്നിട്ട് പാവം ഐസ്ക്രീം കുടിക്കുന്നതിൻ്റെ ഇതിലായി. എന്ത് ചെയ്യാൻ, കിട്ടിയ സാധനം നമുക്ക് എന്തോ ഓസിന് കിട്ടിയ സാധനം നമ്മൾ കളയില്ലല്ലോ. പിന്നെ ഐസ്ക്രീമൊക്കെ കുടിച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ 3 കൂടെ കുറച്ച് വെയിലാണെങ്കിലും അവിടെ പോയിരുന്നു. എന്നിട്ട് ഇത് വെള്ളാനിക്കൽ അമ്പലമാണ് കേട്ടോ. ഇവിടെ വെച്ച് കുറേ സീരിയലിൻ്റെ ഷൂട്ടിങ്ങൊക്കെ നടന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇതിനു മുമ്പ് അത് കണ്ടിട്ടുണ്ട് കേട്ടോ, സീരിയലിൻ്റെ ഷൂട്ടിങ് നടക്കുന്ന കണ്ടിട്ടുണ്ട്. പിന്നെ അത് ഇപ്പം അപ്പച്ചി കാണിക്കുന്നത് വെച്ചാൽ ഇത്തിരി ചെറിയൊരു കുസൃതിയാണെന്ന് പറയുന്നത്. ഈ മരത്തിൽ വലിഞ്ഞു കയറുന്നതൊക്കെയാണ് ഇതാ കാണുന്നത്. 10-40 വയസ്സായെങ്കിലും എൻ്റെ അപ്പച്ചിയുടെ കുട്ടിക്കളി ഇതുവരെ മാറിയിട്ടില്ല. അപ്പം ഇതെല്ലാം കണ്ട് അന്തം വിട്ട് കുന്തം വിഴുങ്ങിയിരിക്കുന്ന എൻ്റെ അമ്മേനാണ് നിങ്ങൾ ഇതാ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഫ്രണ്ട്സ്. പിന്നെ ഞാൻ പറഞ്ഞ അപ്പച്ചി ഇനി എനിക്ക് ഓപ്പറേഷൻ ചെയ്ത് SP4 കിടന്നു കഴിഞ്ഞാൽ വരത്തില്ല. അപ്പച്ചി ഇതിന് മുമ്പ് SP4 കേട്ടോ ഓപ്പറേഷൻ ചെയ്തത്. എനിക്ക് വരാൻ ടൈമില്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. ഇത് ഇപ്പം കാണിച്ചു തരുന്ന കൊക്കയാണ്. ഇവിടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ഏതെങ്കിലും വെളുത്തരം പിടിച്ച പിള്ളേരുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് ഇതിൻ്റെ സൈഡിലൊന്നും കൊണ്ടുവരരുത്. പിള്ളേരും എല്ലാം എടുത്ത് ചാടിക്കഴിഞ്ഞാൽ പൊടി പോലും കിട്ടുന്ന സ്ഥലമല്ല, കൊക്കയാണ്. എവിടെയെങ്കിലുമൊക്കെ വീണ് കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് തിരക്കി നടക്കാനേ നമുക്ക് സമയം കാണും, നമ്മുടെ വന്ന മൂടങ്ങ് പോവും. അതുകൊണ്ട് കുട്ടികളെയൊക്കെ സൂക്ഷിച്ച് തന്നെ കൊണ്ടുപോകാം. പിന്നെ നമ്മളൊരു 3:30-4 മണി ടൈമിലാണ് കേട്ടോ അവിടെ പോയത്. എന്നിട്ട് ഈ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. എനിക്ക് മറ്റേ എന്തോ സിംഹം എലീനെ ഒട്ടിക്കുന്ന ഒരു കോമ്പിനേഷൻ ഇല്ലാതെ തോന്നിയെങ്കിലും അങ്ങനെയൊക്കെ തോന്നി. ഇപ്പം കാണിച്ചു തരുന്നത് തൊട്ടാവാടി ഇലാണൊക്കെ എന്തോ ഒരു സാധനം കണ്ട് പെട്ടെന്ന് വീഡിയോ എടുത്താണ് കേട്ടോ. പക്ഷേ ഇത്രയും നല്ലൊരു സ്ഥലത്ത് വന്നിട്ട് എനിക്കൊരു സൺസെറ്റ് കാണാൻ പറ്റില്ല ഫ്രണ്ട്സ്. അതിന് മുമ്പ് എല്ലാവരും കൂടി വാരി പറക്കിതാ പോവാണ്. എനിക്കതുകൊണ്ട് കാണാൻ പറ്റില്ല. ഞാനും കുഞ്ഞാറ്റി അതിൻ്റെ ഒരു സങ്കടത്തിലാണ് പോകുന്നത്. കുഞ്ഞാറ്റയ്ക്കാണെങ്കിൽ ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞ് കുഞ്ഞാറ്റ നിൽക്കുകയാണ്. അങ്ങനെ അതിൻ്റെ ഒരിതിലിതാ നമ്മൾ പോവാണ്. ഇത്രയും നല്ല സ്ഥലത്ത് വന്നിട്ട് സൺസെറ്റ് പോലും കാണാൻ പറ്റില്ല. ഇതാ നമ്മൾ പോവാണ്. ഓഹോ, സൺസെറ്റ് കാണാൻ താമസിച്ചില്ല. എന്നാൽ പിന്നെ ഇന്ന് എന്തെങ്കിലും ചിലവ് നടത്തിക്കുകയോ താമസിക്കുമെന്ന് വിചാരിച്ച് നമ്മൾ കുഴിമന്തി വാങ്ങിക്കാനായിട്ട് നേരെ കുഴിമന്തി കടയിൽ പോയി. എന്നിട്ട് അവിടെ നിന്ന് വരുന്ന വഴിക്ക് തവാനിയിൽ ജസ്റ്റ് ഒന്ന് കയറണമായിരുന്നു. കുറച്ച് ഫ്രൂട്ട്സും അപ്പച്ചി കൊണ്ടുപോകാനായിട്ട് മാങ്ങയൊക്കെ മേടിക്കണമായിരുന്നു. അങ്ങനെ നമ്മൾ തവാനി കയറി. അപ്പം കുഞ്ഞിൻ്റെ കണ്ട ലെക്സിയും എനിക്ക് അറിഞ്ഞോട് അവിടെ കിടന്ന് കൂടി ഒരു ബഹളം വരുന്നു. അവൾക്ക് ഒരു ലോഡ്, അതായത് ഒരു ബക്കറ്റ് നിറയെ പേന വീട്ടിൽ അപ്പച്ചി കൊണ്ടുവന്ന പേനയും പെൻസിലും കളർ പേനയും എനിക്കറിയത്തില്ല, ഒരു ലോഡ് സാധനം അവിടെ ഉണ്ടെങ്കിലും അവൾക്ക് അതൊന്നും പോരാ. തവാനി കണ്ടപ്പോഴത്തേക്ക് അവൾക്ക് ഉഡിയോ ഒന്ന് പറയുന്ന പേനയോ സൈനോയോ എനിക്കറിയത്തില്ല. അവൾ ലെക്സി കിട്ടി അപ്പം എഴുതോളം അവൾക്ക് അത് മറ്റേ എന്തോ ബോർഡിൽ എഴുതുന്ന മറ്റേ മാർക്കർ വേണം, എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു ലോഡ് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് ഉള്ളിൽ പറക്കി എടുക്കുന്നുണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞ് അപ്പച്ചി നിന്നെ കൊല്ലും എന്ന് പറഞ്ഞ്. പിന്നെ അപ്പച്ചി പോകുന്ന ടൈമൊക്കെ ആയതുകൊണ്ട് പിന്നെ അപ്പച്ചി ഒന്നും മിണ്ടിയില്ല, പാവല്ലേ എടുക്കട്ട് എന്നങ്ങ് വിചാരിച്ചു. അവിടെ നല്ല തിരക്കായിരുന്നു. ഒന്നാമത് നല്ല തിരക്കായിരുന്നു. നമ്മൾ വരുന്നതല്ല അവിടെ നിന്ന് വന്നപ്പോഴത്തേക്ക് കുഞ്ഞാറ്റ് പറഞ്ഞാൽ നമുക്ക് ഒരു ഓറിയോ മേടിച്ചിട്ട് പോവാം എന്നൊക്കെ ഉള്ള ഒരു പിടിവാശി കാരണം ലാസ്റ്റ് നമ്മളൊരു ഓറിയോ ഒരു ഡയറി മിൽക്ക് മേടിച്ചു കൊടുത്തു കേട്ടോ. പാവമല്ലേ അവൾക്ക് ഭയങ്കര ആഗ്രഹം ഇത് പൊട്ടിക്കണം. ഇതുള്ള ജീവിതത്തിൽ ഇതുവരെ മിൽക്കി ബാർന്ന് ഡയറി മിൽക്ക് പൊട്ടിച്ചിട്ടില്ലെന്നാണ് തോന്നുന്നത്. എന്തായാലും അവൾ പൊട്ടിച്ചപ്പോൾ അവൾക്കൊരു സന്തോഷമായിരുന്നു. അത് ഫസ്റ്റ് അവൾ തന്നെ കടിച്ചു നോക്കിയപ്പോഴത്തേക്ക് അതിനും വലിയൊരു മനസ്സുഖം അവൾക്ക്. അത് തിന്നതിൻ്റെ മനസ്സുഖം നമുക്ക് പിന്നെ അല്ല. എന്ത് ചെയ്യാനെന്ന് പറ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്നത്തെ ദിവസം സത്യം പറഞ്ഞാൽ പ്ലാൻ ചെയ്ത കണക്കിയല്ലായിരുന്നു. ഇന്ന് എന്തൊക്കെയാണ് സംഭവിച്ചത് സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ അറിയാൻ വയ്യ. ഇന്ന് ഞാൻ കുറച്ച് ചില്ലറ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ഉള്ളത് സത്യം പറഞ്ഞ ഒരു പ്ലാനിലായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ച കണക്കില്ല. ജസ്റ്റ് ഇന്ന് അത് ഇവിടെ കുറച്ച് എൻ്റെ തുണി എഴുവിൽ അങ്ങനെ ഉള്ള പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട്
നേരെ ജസ്റ്റ് കളമച്ച് പോയപ്പോൾ പിന്നെ എന്തുവാണ് സംഭവിച്ചതെന്നറിയാമോ? ചുമ്മാ അവിടെ നമുക്ക് വെള്ളാണിക്ക് പാറ വരെ ഒന്ന് പോയാലോ, ജസ്റ്റ് പോയി ഒന്ന് അവിടെ പോയി കണ്ടിട്ടൊക്കെ ഒന്ന് വരാമെന്ന് പറഞ്ഞു തീർന്ന ആ ഒരു 10 മിനിറ്റിനിടയിൽ ഓക്കെ എല്ലാവർക്കും സെറ്റാണ്, ഇപ്പോൾ പോവാം, വണ്ടി ഉണ്ടോ പോവാം, ആ ഒരു വൈബ് അങ്ങ് സെറ്റായപ്പോഴത്തേക്ക് എല്ലാവരും അപ്പം തന്നെ റെഡി പോവാം. അങ്ങനത്തേക്ക് ആ ഒരു നിമിഷം കൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചു. പിന്നെ എന്തോ സൺസെറ്റ് കാണാൻ പറ്റിയില്ല, അതിനായിട്ട് നമ്മൾ അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ പകുതി എങ്ങനെയും വീട്ടണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വന്ന് ശരി എൻ്റെ അത് മാറ്റാനായിട്ട് ഇന്ന് കുഴിമന്തി. ഓക്കെ സെറ്റ്. അങ്ങനെ കുഴിമന്തിയായി, ഇതൊക്കെ കഴിച്ചു. പിന്നെ ഇതാ ഞാൻ സത്യം പറഞ്ഞാൽ കളമച്ചേന്ന് വീട്ടിൽ വന്ന് കയറി കുറച്ചൊരു അരമണിക്കൂറില്ല, ഒരു 10-15 അല്ലെങ്കിൽ 20 മിനിറ്റിനകത്ത് അമ്മയടുത്ത് കുറച്ച് ഇന്നത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം ഞാൻ എന്താ കുളിച്ച് ഫ്രഷായി ഇതാ വന്ന് കയറിയപ്പോൾ സമയം ഇപ്പോൾ 10:30-10:45 കഴിഞ്ഞു കേട്ടോ. ഞാൻ കിടക്കാനായിട്ട് കയറി വന്നതാണ്, സമയം 10:45 കഴിഞ്ഞു. ഇന്ന് സത്യം കുറേ നല്ല അടിപൊളി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് നമുക്ക് ഇഷ്ടപ്പെട്ട മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് നമ്മളെ ഫാമിലി ആയിട്ടൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്ക് നല്ല മനസ്സിലൊരു നല്ല ചില്ലായൊരു ഇതുണ്ട്. പിന്നെ എന്തുവാ, എല്ലാവരും ലൈക്ക് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഞാൻ ഭീഷണിപ്പെടുത്ത് പറയണമെന്ന് വിചാരിച്ചാൽ മതി, ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം, അതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടിലാണ് ഞാൻ ഇപ്പോഴും സത്യം പറഞ്ഞാൽ ഒരു എന്തോ അല്ലെങ്കിൽ വീഡിയോ എടുത്ത് അല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത് അതിൻ്റെയൊക്കെ പാട് ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ചെയ്യാൻ തോന്നില്ല, ചിലപ്പോഴൊന്നും അങ്ങനെയൊക്കെയാണ് ചെയ്യാൻ തോന്നില്ല. പക്ഷെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടുള്ളതുകൊണ്ട് മാത്രമാണ് സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ വീഡിയോ എടുത്ത് ഇങ്ങനെ ഓരോന്ന് എഡിറ്റ് ചെയ്ത് ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ സപ്പോർട്ടുള്ളതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ, അടുത്തെടുക്കണം. ബൈ.